അങ്ങനെ കടയിലെ പർച്ചേസിന് മാന്നാർ വന്നപ്പോഴാണ് വണ്ടിയുടെ കാര്യം ശ്രദ്ധിച്ചത്. മഴ കാരണം ഫുള്ള് ചെളി അടിച്ച് കയറിയേക്കുവാണ്. അടിഭാഗം മുഴുവൻ ചെളി അടിച്ച് കയറിയിരിക്കുന്നത്. പിന്നെ ഒന്നും ആലോചിച്ചില്ല, നേരെ അടുത്തുള്ള സർവീസ് സെൻ്ററിലേക്ക് കയറ്റി. ഇവരുടെ ലൊക്കേഷൻ വരുന്നത് പരുമല തിരുവല്ല റൂട്ടിൽ പരുമല പാലത്തിന് തൊട്ട് താഴെയായിട്ടാണ്. അതിനൊരു ബായിയാണ് വാഷ് ചെയ്യാൻ എത്തിയിരിക്കുന്നത്. ആദ്യം ടയറിൽ നിന്ന് തന്നെ തുടങ്ങി. അത്യാവശ്യം നല്ല രീതിയിൽ ചെളി ഉണ്ടായിരുന്നു. അതല്ല, ഒരച്ചവൻ കഴുകുന്നുണ്ടായിരുന്നു. കഷ്ടം, പാവം തോന്നി. ടയർ കഴുകി തുടങ്ങിയപ്പോഴേ അവൻ്റെ കാലിലെല്ലാം നല്ല രീതിയിൽ ചെളിയായിട്ടുണ്ട്. അങ്ങനെ ഫ്രണ്ട് ടയറെല്ലാം വെള്ളം ഉപയോഗിച്ച് നല്ല രീതിയിൽ കഴുകി എടുത്തിട്ടുണ്ട്. എഞ്ചിന് താഴെ അത്യാവശ്യം നല്ല രീതിയിൽ ചെളിയുണ്ടെന്ന് എനിക്കറിയായിരുന്നു. വെള്ളത്തിലെ കുളിപ്പീര് കഴിഞ്ഞിട്ട് ബോഡി വാഷിംഗ് തുടങ്ങി. പാവം ചെക്കൻ പണിയെടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരുത്തൻ വാഷിങ്ങിനായിട്ട് വന്നിട്ടുണ്ട്. അവനിപ്പം തന്നെ വണ്ടി വേണം. ഇത് കഴിഞ്ഞ് ചെയ്തു തരാമെന്ന് ഭായി പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് പിന്നെയും അവൻ വാഷിങ് തുടങ്ങും. എഞ്ചിൻ്റെ താഴേക്ക് ചെളി ഉണ്ടായിരുന്നുകൊണ്ട് അവൻ്റെ കട്ട് പൊട്ടി പോലെ തോന്നി. പക്ഷെ മുഖത്തതിൻ്റെ എക്സ്പ്രഷൻ ഒന്നുമില്ല കേട്ടോ. പാവത്തിന് നല്ല സൗമ്യതയുള്ള പയ്യൻ. ഉച്ച കഴിഞ്ഞുകൊണ്ട് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. വേഗം ഒന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയി. അങ്ങനെ അവസാനത്തെ വാട്ടർ വാഷും കൂടെ പുള്ളി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല സമയം എടുത്തിട്ടാണ് പുള്ളി വാഷ് ചെയ്തത്. വീഡിയോ എടുക്കുന്നുണ്ടോയെന്ന് അറിയില്ല. എന്തായാലും അത്യാവശ്യം നല്ല സമയം എടുത്ത് തന്നെയാണ് പുള്ളി വാഷ് ചെയ്തത്. അതിൻ്റെ ഇടയ്ക്ക് വെള്ളവും തെറിച്ച് ഷർട്ടിലും വീണ് ഷർട്ടും നനഞ്ഞു. എന്തോ ചെയ്യാനാന്ന് പറ. അങ്ങനെ കുളിയും കഴിഞ്ഞ് ചെക്കനെ കൈ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സെറ്റ്. ആഹാ, മുടുക്കനായി.